KSRTCയിലെ സൗജന്യ യാത്രയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. ഒരു മിനിസ്ട്രി അധികാരമേൽക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സമരവുമായിട്ട് രംഗത്തിറങ്ങുന്നതൊക്കെ കണ്ടതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ, സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം. മുഴുവനായിട്ടുള്ളൊരു സൗജന്യ യാത്ര ആയിരിക്കില്ല, അതിനകത്തൊരു ലിമിറ്റേഷൻ കൊണ്ടുവരും. ഒരുപക്ഷെ 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവരാതെ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അല്ലാതെ ആ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു അമിത ഭാരമായിരിക്കും KSRTCക്ക് ഉണ്ടാവുക. ഈ 3000 രൂപയ്ക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ളത് അതൊരു പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ മാത്രമായിരിക്കും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനവും ഉണ്ടാവുക ബഡ്ജറ്റ് അവതരണത്തോടു കൂടി തന്നെ ആയിരിക്കും എന്നുകൊണ്ട് നമ്മൾ കരുതാനായിട്ട്. അതായത് അൺസെക്യൂർഡ് ലോണാണ് നൽകുന്നത്. കാരണം യാതൊരുവിധ ഈടുമില്ലാതെയാണ് ബാങ്ക് ലോൺ നൽകും എന്നുള്ളതാണ് ഇതിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5 ലക്ഷമൊക്കെ ബാങ്ക് ഒരു ഈടുമില്ലാതെ സർക്കാരിൻ്റെ മാത്രം ഒരു വാക്കിൻ്റെ ബലത്തിൽ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. LDFിൻ്റെ പോലും തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ആശാമാരോട് കാണിച്ചിട്ടുള്ള നീതികേടിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് പോലും വിലയിരുത്തിയിട്ടുണ്ട്. നമസ്കാരം. നാളെ ഇതേ സമയത്ത് കേരളത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. ആഘോഷപൂർവ്വമായ ചടങ്ങായിരിക്കും. അതുപോലെ തന്നെ ആഘോഷപൂർണ്ണമായിരിക്കും ആദ്യ മന്ത്രിസഭാ യോഗം. നമുക്കറിയാം കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ കയറിയെന്ന്. 1, 2 അല്ല 5 പ്രധാന വാഗ്ദാനങ്ങൾ നൽകിയിട്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇത് 5 നടപ്പിലാവില്ല എങ്കിൽ പോലും ഇതിൽ ചില വാഗ്ദാനങ്ങളും ചർച്ച ചെയ്യാതെ വയ്യ എന്ന അവസ്ഥയിലാണ് അവർക്ക്. അപ്പോൾ ഇതിനൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളും അടിയന്തരമായി പരിഹരിക്കേണ്ട കുറച്ച് വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ കേരളത്തെ ഞെട്ടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. പിന്നെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടിയൊന്നും നടക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF മുൻപോട്ട് വെച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എങ്ങനെ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടപ്പിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന അതിൻ്റെ പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ട് തുക അത് എവിടെ നിന്ന് കണ്ടെത്തും, അത് എങ്ങനെ വകയിരുത്തും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. VD സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം മാതൃഭൂമി ചാനലിൽ വന്നിരുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ്. ഒരു സാങ്കല്പിക ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇനി സമ്പൂർണ്ണ ബഡ്ജറ്റ് അദ്ദേഹത്തിന് ഇപ്പോൾ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും ഈ സാമ്പത്തിക വർഷത്തിലേക്കുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കടമ്പകൾ ധനകാര്യ വകുപ്പിൻ്റെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമായിരിക്കില്ല ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കാരണം വലിയ ഭാരിച്ച ഒരു തുക അതിനാവശ്യമായിട്ട് വരുന്നതാണ്. പിന്നീടുള്ളത് KSRTCയിലെ സൗജന്യ യാത്രയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. ഒരു മിനിസ്ട്രി അധികാരമേൽക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സമരവുമായിട്ട് രംഗത്തിറങ്ങുന്നതൊക്കെ കണ്ടതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ, സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ ഇവർക്കൊന്നും യാതൊരുവിധ രാഷ്ട്രീയ ബോധവുമില്ലാത്ത ആളുകളാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയെ കൂടി BJP കേൾക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ആ വിഷയത്തിൽ നാളെ തന്നെ ഒരു തീരുമാനം പറയേണ്ടി വരും. നാളെ തന്നെ തീരുമാനം പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് AICC ജനറൽ സെക്രട്ടറിയുള്ള KC വേണുഗോപാലും രമേശ് പിഷാരുടെയും കൂടെ ബസ്സിൽ കയറിയിട്ട് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനമാണ് മെയ് 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് സൗജന്യ ബസ് യാത്ര എന്നുള്ളത്. കാരണം ഇത് നിസ്സാരമല്ലെന്നേ. കാരണം തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡിനും, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിനും, എറണാകുളത്ത് നിന്ന് കോഴിക്കോടിന്, എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിനൊക്കെ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകൾക്ക് എങ്ങനെ സൗജന്യ യാത്ര നൽകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് വലിയ ഒരു ചോദ്യമല്ലേ. കാരണം അങ്ങനെ KSRTCക്ക് എത്ര ദിവസം മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കും? കാരണം ഇപ്പോൾ തന്നെ പറയുന്നത് 90 കോടി രൂപ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ളൊരു സൗജന്യ യാത്ര ആയിരിക്കില്ല, അതിനകത്തൊരു ലിമിറ്റേഷൻ കൊണ്ടുവരും. ഒരുപക്ഷെ 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവരാതെ ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അല്ലാതെ ആ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു അമിത ഭാരമായിരിക്കും KSRTCക്ക് ഉണ്ടാവുക. അതുകൂടാതെ
പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ബസ് സർവീസിനെ ഇത് ബാധിക്കും. കാരണം സ്ത്രീകളൊന്നും പിന്നെ പ്രൈവറ്റ് ബസ്സിൽ കയറാത്തൊരവസ്ഥ ഉണ്ടാവും. എല്ലാവരും KSRTC ബസ്സിനെ ആശ്രയിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതിനനുസരിച്ച് ബസ്സുകളും ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. അല്ല, ബസ്സുകളും ഇല്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ തന്നെയും ഞാൻ പറയട്ടെ, കാരണം എന്ന് വെച്ചാൽ KSRTC എങ്ങനെ താങ്ങും? ഇപ്പം നമ്മൾ കരുതുമായിരിക്കും ഇത് പാവപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും സൗജന്യ യാത്ര ചൂസ് ചെയ്യുക, ബാക്കി എല്ലാവരും പ്രൈവറ്റ് ബസ് പോകുന്നതൊക്കെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതുപോലുള്ള സൗജന്യ സേവനങ്ങളെ ഏറ്റവും ആദ്യം ഉപയോഗപ്പെടുത്തുക. അതേസമയം പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെ പൈസ കൊടുത്തു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനത്തെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ KSRTCയിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിട്ട് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. നാളെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ മന്ത്രിസഭാ യോഗം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിക്കാത്ത പക്ഷം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കെങ്കിലും CPM ഉൾപ്പെടെയുള്ള LDF ഉൾപ്പെടെയുള്ള പാർട്ടികൾ, BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമരരംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ 3000 രൂപയ്ക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ളത്. അതൊരു പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ മാത്രമായിരിക്കും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനവും ഉണ്ടാവുക ബഡ്ജറ്റ് അവതരണത്തോടു കൂടി തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതാനായിട്ട്. കാരണം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക ബഡ്ജറ്റായിട്ട് മാത്രമല്ല കാണാൻ പറ്റത്തുള്ളൂ. കാരണം പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ഇത് കൂടാതെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് നൽകാമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. ഈ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം ഈ സർക്കാർ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ വലിയ വിദ്യാർത്ഥി സമരം കാണേണ്ടി വരും. അതായത് SFIയുടെയും ASFിൻ്റെയും ഒക്കെ സമരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സമരമായിരിക്കില്ല. ABVP പഴയ പോലെയല്ല. ഇപ്പോൾ ABVP വളരെ ശക്തമാണ്, ക്യാമ്പസുകളിൽ ശക്തമാണ്. അപ്പോൾ അത് വളരെ വലിയൊരു വിദ്യാർത്ഥി മുന്നേറ്റം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള വലിയൊരു തുക ധനകാര്യ വകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഈ പ്രാവശ്യം ധനകാര്യ വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും, ഗതാഗത വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും ഇത് രണ്ടും തലവേദന പിടിച്ച വകുപ്പുകളായിരിക്കും ഇപ്രാവശ്യത്തേത് എന്നുള്ളതാണ് ഒരു സത്യം. ഇത് രണ്ടും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതും ഒരു പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ വകുപ്പിനോടൊപ്പം തന്നെ ഒരുപാട് ഉപവകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും. IT മിക്കവാറും മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കാനാണ് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ തുറമുഖ വകുപ്പ് അതൊരിക്കലും വി. ഡി. സതീശൻ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാനായിട്ടുള്ള സാധ്യതകളില്ല. ധനകാര്യവും തുറമുഖവും പിന്നെ ഒരുപാട് വകുപ്പുകളുണ്ട്. ചെറിയ ചെറിയ വകുപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വരുന്ന സമയത്ത് ധനകാര്യ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യമാണ് ഈ വി. ഡി. സതീശന് മുമ്പിൽ. കാരണം ഇത് മാത്രമുള്ള പ്രഷർ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൂടാതെ പിന്നെ ഉള്ള ഒരു കാര്യമാണ് 5 ലക്ഷം രൂപ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് പലിശരഹിത ലോൺ എന്നുള്ള ഒരു ഇത്. അതിൻ്റെ സബ്സിഡി ആയിട്ട് തുക ഇവിടെ നിന്ന് വകയിരുത്തി വെച്ച് ഒരു പക്ഷേ സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ നിന്നോ യുവജനക്ഷേമ വകുപ്പിൽ നിന്നോ ഒക്കെ ഒരു പക്ഷേ അവ തുക വകയിരുത്തുമായിരിക്കും. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ പലരും പഠിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന ഒരു വലിയ തലവേദനയുണ്ട്. ഈ എഡ്യൂക്കേഷൻ ലോണിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മിക്കവാറും 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടും പല വിദ്യാർത്ഥികൾക്കും ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ജോലി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇവരെവിടെ നിന്ന് ലോൺ അടയ്ക്കും? ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ പഠിച്ചിറങ്ങി 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചടവ് ആരംഭിച്ചാൽ മതി. പക്ഷേ ഈ 2 വർഷം കഴിഞ്ഞിട്ടും ഒരു കൃത്യമായിട്ട് നല്ല സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ജോലി ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെങ്ങനെ ഇത് ലോൺ തിരിച്ചടയ്ക്കും? അപ്പോൾ അങ്ങനെ വന്നിട്ട് അവരുടെ സിബിൽ സ്കോർ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഒരുപാട് ചെറുപ്പക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബൈക്ക് പോലും പുതുതായിട്ട് മേടിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിദ്യാഭ്യാസ ലോണിൻ്റെ അടവ് മുടക്കിയേക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ സിബിൽ സ്കോർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും മറ്റു പല ബിസിനസ് ലോണുകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ബിസിനസ് എന്തെങ്കിലും ആരംഭിക്കാൻ വേണ്ടിയിട്ട് അവർ ബാങ്കുകളെ സമീപിക്കുന്ന സമയത്ത് ഈ എഡ്യൂക്കേഷൻ ലോൺ ഒരു വലിയ പ്രശ്നമായിട്ട് അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നത് ഒരു കാരണമാണ്. അപ്പോൾ ആ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കുകൾക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ നൽകുന്ന ലോണിൻ്റെ ഉത്തരവാദിത്വം, അതായത് അൺസെക്യൂർഡ് ലോണാണ് നൽകുന്നത്. കാരണം യാതൊരുവിധ ഈടുമില്ലാതെയാണ് ബാങ്ക്
ലോൺ നൽകാൻ വേണ്ടിയിട്ടാണ് നൽകും എന്നുള്ളതാണ് ഇതിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5 ലക്ഷമൊക്കെ ബാങ്ക് ഒരു ഈടുമില്ലാതെ സർക്കാരിൻ്റെ മാത്രം ഒരു വാക്കിൻ്റെ ബലത്തിൽ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സിബിൽ സ്കോറിൻ്റെ കാര്യവും സർക്കാർ എന്തായിരിക്കും ചെയ്യാൻ പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാരിന് മുമ്പിലും ധനകാര്യ വകുപ്പിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൂടാതെ തന്നെ ഉള്ള അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി ഇവർക്ക് മുമ്പിൽ നിൽക്കുന്നത് ആശാ വർക്കർമാരുടെ ശമ്പളം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രചരണ ആയുധമായിരുന്നു ഈ ആശാ വർക്കർമാരുടെ സമരം എന്ന് പറയുന്നത്. കാരണം പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഇതാണ്. കാരണം LDFൻ്റെ പോലും തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ആശാമാരോട് കാണിച്ചിട്ടുള്ള നീതികേടിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് പോലും വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ചിട്ടുള്ള ഒരു സമയത്ത് അതുകൂടാതെ തന്നെ ആശമാർ തലമുട്ടയടിച്ചിട്ടുണ്ട്, മുടി മുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കാരണം ലതിക സുഭാഷ് KPCC ഓഫീസിന് മുമ്പിൽ മുടി മുറിച്ചതാണ്, ഒരു നാരീ ശാപമാണ് കഴിഞ്ഞ പ്രാവശ്യം UDF അധികാരം കിട്ടാത്തത് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ആശമാർ തലമുടി മുറിച്ചത് ആ ഒരു നാരീശാപമാണ് ഈ LDF സർക്കാരിനെ തന്നെ 3ാം തവണയിലേക്ക് കടക്കാൻ സാധിക്കാതെ വന്നത് എന്നുള്ള ഒരു പക്ഷം നിൽക്കുന്ന സമയത്ത് ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാതെ സർക്കാരിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. ഇന്നലെയും മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ ആശാ വർക്കർമാരുടെ നേതാക്കന്മാർ കാണുകയും അവരെ മറക്കില്ല എന്നൊരു ഉറപ്പ് വി ഡി സതീശൻ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം നിസ്സാരമായിട്ടൊരു സാമ്പത്തിക ബാധ്യതയല്ല. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വോളണ്ടിയേഴ്സ് ആയിട്ടാണ് ഈ ആശാ വർക്കർമാരെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. വകുപ്പുകളുടെയൊക്കെ വിഭജനം കഴിഞ്ഞതിന് ശേഷം വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയ വെല്ലുവിളികൾ ആണ് വരും ദിവസങ്ങളിൽ UDF മന്ത്രിസഭയ്ക്കുള്ളത്. അപ്പോൾ അതിനെ നയിക്കാനും മുമ്പോട്ട് പോകാനായിട്ടും മന്ത്രിസഭയ്ക്ക് സാധിക്കട്ടെ. കേരളത്തിലെ പൊതുസമൂഹം കുറച്ചൊക്കെ ഒരു കൂളിംഗ് പീരീഡ് ഈ മന്ത്രിസഭയ്ക്ക് കൊടുക്കണം എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അതല്ലാതെ പെട്ടെന്ന് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നില്ല. കാലക്രമേണ എല്ലാം പരിഹരിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റൂ.